ഇതെൻ്റെ മോനാണ് ആദിത്യൻ. ആദിത്യന് 14 വയസ്സാണ്. മോൻ്റെ കണ്ണിൻ്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ 5 വർഷമായി ഞങ്ങൾ ചികിത്സയിലാണ്. 5 വർഷം കൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി. ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും മോൻ്റെ കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസവും വന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വീടെല്ലാം വിറ്റ് പറക്കിയാണ് മോനെ ചികിത്സിച്ചത്. ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു വൈദ്യ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തുന്നത്. അവിടുന്ന് മോൻ്റെ കണ്ണിന് 60% കാഴ്ച തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോ മാസം 50,000 രൂപയ്ക്ക് പുറത്താണ് ബില്ലാകുന്നത്. ഞങ്ങൾക്ക് ബില്ലടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ മാസത്തെ ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് മോനല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾക്ക് വീടോ വസ്തുവൊന്നുമില്ല. ഉള്ളതെല്ലാം വിറ്റ് പറക്കിയാണ് മോനെ ചികിത്സിച്ചത്. ഞങ്ങളെല്ലാവരുടെയും മുന്നിൽ ഒരിക്കൽ കൂടെ വന്ന് കൈ നീട്ടുകയാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കിതല്ലാതെ വേറൊരു വഴിയില്ല. ഇനി മരണം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മോനെ ഓർത്ത് സഹായിക്കണം. ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ആദിത്യൻ എന്ന് പറയുന്ന ഈ 14 വയസ്സുള്ള ഈ മോൻ്റെ ഒരു ചികിത്സ ആവശ്യമായിട്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവർ പത്തനംതിട്ട ജില്ലയിലെ അടൂര് 17-ാം വാർഡിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ മോന് 5 വർഷം മുമ്പേ കണ്ണിൻ്റെ കാഴ്ച പോയതാണ്. ഈ 5 വർഷക്കാലമായിട്ട് പല ഹോസ്പിറ്റലായിട്ടൊക്കെ ഈ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ കയറി ഇറങ്ങുകയാണ്. മധുരയിലുള്ള അരവിന്ദ് ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ കാരുണ്യ ഐ കെയർ ഹോസ്പിറ്റലായിട്ടുള്ള അടൂരും ഇപ്പോൾ അവർ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിട്ടുള്ള തൃശ്ശൂരാണ്. ഇതിന് മുമ്പ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കൂടി ലഭിച്ച 10 ലക്ഷം രൂപ കാരണം കൊണ്ടാണ്, ആ രൂപ കൊണ്ട് മാത്രമാണ് ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ആദിത്യൻ്റെ അമ്മ അശ്വതി ചേച്ചി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലഭിച്ച എമൗണ്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് മാത്രം മാസങ്ങളോളം ഇവിടെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ 2 വർഷക്കാലമായിട്ട് തന്നെ ഒരു മാസത്തിൽ തന്നെ 50,000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഇനി പാവങ്ങൾക്ക് വേറെ നിവൃത്തികളൊന്നുമില്ല. ഇപ്പോൾ ആദിത്യൻ കുറേ, അതായത് വന്ന ആ സമയം മുതൽ ഈ നിമിഷം വരെ കുറേ മാറ്റങ്ങളായി. കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒരുവിധം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊന്നും ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് വീണ്ടും ജനങ്ങളുടെ മുമ്പിലൊക്കെ കൈ നീട്ടണത്. ഈ കുടുംബത്തിന് വേറെ ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങളൊക്കെ, ഞാനും എൻ്റെ കൂടെ മജീദൊക്കെ ഉണ്ട്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിയുടെ കാര്യങ്ങൾ നിരന്തരം വിളിച്ച് പറഞ്ഞ് അത് വ്യക്തമായി ജെന്യുവിനാണോ എന്നെല്ലാം വ്യക്തമായി നോക്കി കണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയർ ആണെന്ന് ബോധ്യപ്പെട്ട കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ MLAയുടെ കത്തും അതേപോലെ തന്നെ ഇവർക്ക് ഒരു മാസം തന്നെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 40,000 50,000 രൂപയുടെ അടുത്ത് ഒരു മാസം ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഒരു മാർഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ചേച്ചിക്കും ഈ മോനും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഈ മോൻ്റെ 5 വർഷത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 2 വർഷം ഇവരുടെ ഇരിക്കുന്ന വീട് പണയപ്പെടുത്തി അത് വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാണ് ഈ പാവങ്ങൾ താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടില്ല. മോനെ നോക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള നിവൃത്തിയില്ല. ഭർത്താവിനാണെങ്കിൽ കൂലിപ്പണിയാണ്. ഈ ചേച്ചി പറഞ്ഞത് എന്ത് ചെയ്യുന്ന പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലൊക്കെ പറയുകയാണ്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയാവുന്നത് 1 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ സഹായിക്കണം. ഒരു മാർഗമില്ലാത്ത കാരണം കൊണ്ടാണ് വീണ്ടും ഈ ഒരു കുടുംബം ഒരു പ്രാവശ്യം കൂടി എല്ലാവരുടെ മുമ്പിലും കൈ നീട്ടണ്. എന്തെങ്കിലും തരത്തിൽ നിവൃത്തി ഉണ്ടെങ്കിൽ ഈ മോനാണെങ്കിൽ ഈ ചേച്ചി പറഞ്ഞത് ഇനി മരണമല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ല. കാരണം ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടണമെന്ന് പോലും ഞങ്ങൾക്ക് ആഗ്രഹമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മാർഗമില്ലാത്ത കാരണം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലൊക്കെ അപേക്ഷിക്കുകയാണ്. കൈവിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂർക്കാരനാണ് സജീർ പഴയന്നൂരും. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് തവണ വിളിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ വന്നത്. ഇതിനു മുമ്പ് ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഫണ്ട് വന്നു എന്ന് സജീർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കാൻ വീട് പോലുമില്ല. അത്രയും അവസ്ഥ മോശമാണ്. അത് വിറ്റിട്ടാണ് ആദിത്യൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. പരമാവധി വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തുക.